അൽ മക്കാലത്തു ഫിൽ അദബിൽ അറബി എന്ന് പറഞ്ഞ ഒന്നാമത്തെ ഒരു ഡിസ്കഷൻ കാണാം. അറബി സാഹിത്യത്തിലെ ഉപന്യാസം അല്ലെങ്കിൽ ലേഖനം, എസ്സേ, അതിനെ പറ്റിയിട്ടുള്ള ചർച്ചയാണ്. അൽ മക്കാല, എസ്സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയ ഫന്നു അറലിൽ അഫ്കാരി വൽ ആറായി, ചിന്തകളും അഭിപ്രായങ്ങളുമൊക്കെ അവതരിപ്പിക്കുന്ന ഒരു വിജ്ഞാനശാഖയാണ്. എങ്ങനെ അവതരിപ്പിക്കുക? അറലൻ ഇൽമിയൻ ഔ ഫന്നിയൻ, വൈജ്ഞാനികമായോ ശാസ്ത്രീയമായോ അവതരിപ്പിക്കുന്ന ഒരു മേഖലയാണ്. ബി അസാലീബ മുഅസ്സിറത്തിൻ ഫി നുഫൂസിൽ ഖുറാഇ, വായനക്കാരുടെ മനസ്സിൽ സ്വാധീനിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു വിജ്ഞാനശാഖയാണ് എസ്സേ എന്ന് പറയുന്നത്. നശഅത്തിൽ മക്കാലത്തു ഫിൽ അദബിൽ അറബി ഫിൽ അസുരിൽ ഹദീസ്, അറബി സാഹിത്യത്തിൽ എസ്സേകൾ ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നു വലുതായിട്ടുണ്ട്. വലാക്കിന്ന ഫന്നൽ കിതാബത്തി ലൈസ ജദീദൻ, എഴുത്ത് എന്നൊരു വിജ്ഞാനശാഖ പുതിയതൊന്നുമല്ല. ഫിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിൽ പുതിയ കാര്യമൊന്നുമല്ല. ബദ ഫിൽ അസുരിൽ അമവിയി, അമവി കാലഘട്ടത്തിൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തവറ ഫിൽ അസുരിൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടത്തിൽ അത് വികാസം പ്രാപിച്ചിട്ടുമുണ്ട്. വഹുവ യുഅദ്ദു സൂറത്തൽ ഊലാലിൽ മക്കാലാത്തിൽ അദബിയ, അതിന് നമുക്ക് അറബി എസ്സേകളുടെ ആദ്യ രൂപമായിട്ട് പരിഗണിക്കപ്പെടാവുന്നതുമാണ്. ഇന്ന നഷ്അത്ത സ്വഹാഫത്തിൽ അറബിയത്തി സാഅദത്ത് കസീറത്തൻ ലി തതവ്വുരിൽ മക്കാലാത്ത്, അറബി പ്രിൻ്റ് മേഖലകളുടെ ഒരു വികാസം സാഅദത്ത് കസീറൻ, അതൊരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്തിന്? ലി തതവ്വുരിൽ മക്കാലാത്തി, എസ്സേകളുടെ വികാസത്തിന്. ബി അൻവാഇഹൽ മുഖ്തലിഫ, അതിൻ്റെ വ്യത്യസ്തമായ ഇനങ്ങളിലൂടെ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. അൽ മക്കാലാത്തു സുഹ്ഫിയ, പത്രലേഖനങ്ങൾ. വൽ മക്കാലാത്തു സിയാസിയ, പൊളിറ്റിക്കൽ ലേഖനങ്ങൾ. വൽ മക്കാലാത്തുൽ അദബിയ, സാഹിത്യ ലേഖനങ്ങൾ. വൽ മക്കാലാത്തുൽ ഇജ്തിമാഇയ, സാമൂഹിക ലേഖനങ്ങൾ. വൽ മക്കാലാത്തു നഖ്ദിയ, സാമ്പത്തിക ലേഖനങ്ങൾ. വഹുന കസീറു മിനൽ ഉദബാ ഇൽ മഷ്ഹൂരീന ഫി ഫന്നിൽ മക്കാല, ലേഖനകലയിൽ പ്രശസ്തരായ ഒരുപാട് സാഹിത്യകാരന്മാരുണ്ട്. ഹംസാൽ, ഉദാഹരണത്തിന് അബ്ദുറഹ്മാൻ അൽ കവാക്കിബി, അഹമ്മദ് ഹസൻ സയ്യാത്ത്, വ ത്വഹ ഹുസൈൻ, വ മുസ്തഫ സ്വാദിഖ് റാഫി, വ അബ്ബാസ് മഹ്മൂദ് അൽ അഖാദ്, വ അലി തൊന്താവി, വ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ വഗൈറുഹും. അൽ അർമിലത്തു വബ്നുഹ ഹിയ മക്കാലത്തുൻ അദബിയത്തുൻ കസീറത്തുൻ ജിദ്ദൻ, വളരെ ചെറിയ ഒരു സാഹിത്യ ലേഖനമാണ്. ലിൽ അദീബിൽ അറബി ഷഹീർ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, ഖലീൽ ജിബ്രാൻ്റെ വളരെ ചെറിയ ഒരു സാഹിത്യ ലേഖനമാണ്. വല്ലത്തി തത്തനാവലു ഹാലത്ത അർമിലത്തിൻ വബനിഹ, ഒരു വിധവയുടെയും അവളുടെ മകൻ്റെയും കഥ പറയുന്ന, അവസ്ഥ പറയുന്ന ഒരു ലേഖനം. അല്ലദാനി യുവാജിഹാനി മസ്വാഇബദ്ദഹിരി, അവർ രണ്ടുപേരും പ്രകൃതിയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്, പ്രകൃതിക്ഷോഭത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. ബിദൂനി ഷഫഖത്തിൻ, ഒരു കാരുണ്യവുമില്ലാത്ത രൂപത്തിലുള്ള പ്രകൃതിയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അനിൽ കാത്തിബ് ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, ഖലീൽ ജുബ്രാനെക്കുറിച്ച്. ജുബ്രാൻ ഖലീൽ ജുബ്രാൻ വ അദീബുൻ വ ഷാഇറുൻ വ കാത്തിബുൻ വ റസ്സാമുൻ ബാഹിറുൻ. ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ഒരു സാഹിത്യകാരനും കലാകാരനും കവിയും എഴുത്തുകാരനുമാണ്. ബാഹിറായിട്ടുള്ള അഥവാ നിപുണനായിട്ടുള്ള ഒരു എഴുത്തുകാരനും കലാകാരനും സാഹിത്യകാരനുമൊക്കെയാണ്. വലിദ ഫി ബൽദത്തി ബുഷ്റ ഫി ലുബ്നാൻ, ലുബ്നാനിലെ ബുഷ്റയിലാണ് അദ്ദേഹം ജനിച്ചത്. ഫി സിത്തത്തി യനായിർ, 1783 ജനുവരി 6 ജനിച്ചത്. വആഷഹുന ഫക്കീറൻ, അവിടെ ഫക്കീറായി ദരിദ്രനായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. ലം യതലക്ക തഅലീമ റസ്മിയ, ഔപചാരിക വിദ്യാഭ്യാസം പോലും നേടാത്ത ഒരു ദരിദ്രനായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. സുമഹാജറ ഇല അമരീക്ക ഷമാലിയ, നോർത്തേൺ അമേരിക്കയിലേക്ക് പിന്നീട് പലായനം ചെയ്തു. വആഷഫി ന്യൂയോർക്ക്, ന്യൂയോർക്കിൽ ജീവിച്ചു. വ ദറസ ഹുനൽ ലുഗത്തൽ ഇൻജിലീസിയ, അവിടെ നിന്ന് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു. വ ബദ യക്തുബു ഫിൽ ലുഗത്തൈൽ അറബിയത്തി വൽ ഇൻജിലീസിയ, അവിടെ നിന്ന് പിന്നെ അദ്ദേഹം അറബിയിലും ഇംഗ്ലീഷിലും എഴുതാൻ തുടങ്ങി. സാഹമഫി അമാലി റാബിത്തത്തിൽ കലമിയ, പെൻ ലീഗ് എന്ന് പറയുന്ന അൽ ജംഇയ്യത്തിൽ അദബിയ ഫിൽ മഹ്ജർ, മഹ്ജർ കേന്ദ്രീകരിച്ചിട്ടുള്ള
ഒരു സാഹിത്യ കൂട്ടായ്മയായ പെൻ ലീഗിൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കുവഹിച്ചു. വഖദ് ലഹറത്ത് ഫി അഖ്ലാമിഹി മുഅല്ലഫാത്തുൻ അദബിയ്യത്തുൻ ഖാലിദ, അനശ്വരമായ സാഹിത്യരചനകൾ അദ്ദേഹത്തിൻ്റെ പേനത്തുമ്പിൽ നിന്ന് വന്നു. അംസാല അന്നബി എന്ന പുസ്തകം, ഹദീഖത്തുൻ നബി, ദംഅ വബ്തിസാമ, അൽ അജ്നിഹത്തുൽ മുതകസ്സിറ, അവൽ അർവാഹുൽ മുതമരിദ, ഈ പറയപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പേനത്തുമ്പിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. വഖത്തു റുജ്ജിമ കിതാബുഹു അന്നബിയു ഇല അക്സറ മിൻ 110 ലുഗാത്തിൻ ആലമിയ, 110 ലോകഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അന്നബി എന്ന പുസ്തകം. തൂഫിയ ജുബ്രാൻ ഫി 10 അബ്രീൽ 1931 ഫി ന്യൂയോർക്കിൽ 1931 ഏപ്രിൽ 10 അദ്ദേഹം മരണപ്പെട്ടു. വദുഫിന ഫി ലുബ്നാനിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അൽ അർമിലത്തു വബ്നുഹ എന്ന ലേഖനത്തെക്കുറിച്ച്. അൽ അർമിലത്തു വബ്നുഹ ഹിയ മഖാലത്തുൻ അദബിയത്തുൻ ഖസീറ. അൽ അർമിലത്തു വബ്നുഹ എന്നത് ഒരു ചെറുലേഖനമാണ്. ഉഖിദത്ത് മിൻ കിതാബി ദംഅ വബ്തിസാമ എന്ന കിതാബിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറുലേഖനമാണ്. അൽ കിതാബ് ഷഹീറു ഫിൽ അദബിൽ അറബി. ദംഅ വബ്തിസാമ എന്നുള്ളത് അറബി സാഹിത്യത്തിൽ അറിയപ്പെട്ട ഒരു കിതാബാണ്. ഖലീൽ ജുബ്രാൻ എഴുതിയിട്ടുള്ള. യതനാവലുൽ അദീബു ഫിഹ, ഇതിൽ സാഹിത്യകാരൻ പറയുന്നത് അൽ ഹാലത്ത സയ്യിഅത ലിൽ അറാമിലി വ അബ്നാഇഹിന്ന, വിധവകൾക്കും അവരുടെ മക്കൾക്കും അനുഭവിക്കുന്ന മോശം അവസ്ഥകളെക്കുറിച്ചാണ്. വൽ ഹയാത്ത ലങ്കത ലിൽ ഫുഖറാഇ ഫിൽ ആലമി ശർഖി, പൗരസ്ത്യ ദേശത്തുള്ള ദരിദ്രർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഇടുങ്ങിയ ജീവിതത്തെക്കുറിച്ചുമാണ്. കമാൻ ആരിഫു അന്നൽ അദീബ ആനൽ ഫഖറ വൽ ഹയാത്ത ഷാരിദത്ത ഫി സിഗറി സിന്നിഹി ഫി ലുബ്നാനിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ച ദാരിദ്ര്യത്തെ നമുക്കറിയുന്നത് പോലെ തന്നെ വലി ഹാദിഹിൽ ഹയാത്തി അസറുൻ ബാരിസത്തും ഫി കിതാബാത്തിഹിൽ അദബിയത്തി വഗൈരിഹിൽ അദബിയ, അദ്ദേഹത്തിൻ്റെ സാഹിത്യരചനകളിലും സാഹിതീയമല്ലാത്ത രചനകളിലും അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ മുഅ്ദമു ആസാരിഹിൽ അദബിയത്തി ഇജ്തിമാഇയുൻ വ സിയാസിയുൻ മുവജ്ജഹത്തുൻ നഹ്വ ഉമറാഇദ്ദീൻ വൽ ഹുക്കാമി ഫിൽ ആലമി ശർഖി, അദ്ദേഹത്തിൻ്റെ സാഹിത്യ സ്വാധീനങ്ങൾ കൂടുതലായും ഉണ്ടായിരിക്കുന്നത് സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള സ്വാധീനങ്ങളാണ്. മുവജ്ജഹുൻ നഹ്വ ഉമറാഇദ്ദീൻ വൽ ഹുക്കാമി ഫിൽ ആലമി ശർഖി, പൗരസ്ത്യ ദേശത്തുള്ള ഭരണാധികാരികളും മതനേതാക്കൾക്കും നേരെയുള്ള സ്വാധീനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മഅദാലിക യഅ്വി ഫി ജമീഇൽ അഹ്യാനി, അദ്ദേഹം എല്ലാ സമയത്തും അഭയം പ്രാപിക്കുന്നു. ഇല ഖാലിഖിൽ കൗനി, പ്രപഞ്ച സൃഷ്ടാവിലേക്ക് അഭയം പ്രാപിക്കുന്നു. വ യർഗബു മിൻഹു ഷഫഖത വറഹ്മത, ആ പ്രപഞ്ച സൃഷ്ടാവിൽ നിന്ന് കാരുണ്യവും സ്നേഹവും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നഹ്വഹ ഉലഇൽ ഫുഖറാഇ വൽ മുശറദീന വൽ മുഹമ്മശീന, പാവപ്പെട്ട ദരിദ്രർക്കും വീടില്ലാത്തവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേരെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ കാരുണ്യവും സ്നേഹവും ലഭിക്കുന്നതിനു വേണ്ടിയുള്ള പ്രതീക്ഷകളുമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഫഹാദിഹിൽ മഖാലത്തു, ഈ ലേഖനം, ഏത് ലേഖനം? അൽ അർമിലത്തു വബ്നുഹ ഖൈറു മിസാലിൻ ലി തസ്വീരി ഹാദിഹിൽ ഹയാത്തിൽ മുതശരിദ, ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജീവിതത്തെ വിവരിക്കുന്ന നല്ലൊരു ഉദാഹരണമാണ് ഈ ലേഖനം. നസ്സുൽ മഖാല, ഇനി ലേഖനമാണ് പറയുന്നത്. അൽ അർമിലത്തു വബ്നുഹ, വിധവയും മകനും. ഹജമല്ലയിലു മുസ്രിഅൻ അല ഷമാലിൻ, വടക്ക് അഥവാ ലബനോനിൻ്റെ വടക്ക് രാത്രി അതിവേഗത്തിൽ വരികയാണ്. മുസ്തൽഹിറൻ അലാ നഹാരിൻ, പകലിൻ്റെ മേലെ കൂടെ രാത്രി വന്നു കഴിഞ്ഞു. തസാഖത്തത്ത് ഫീഹി സുലൂജു അലാ തിൽക്കൽ ഖുറൽ മുഹീത്തത്തി ബി വാദി ഖാദീഷ, വാദി ഖാദീഷയുടെ പരിസര പ്രദേശങ്ങളിലുള്ള മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രദേശത്ത് അവിടേക്ക് രാത്രി വന്നു കഴിഞ്ഞു. ജാഇലത്തൻ തിൽക്കൽ ഹുഖൂല വൽ ഹിലാബ സഫ്ഹത്തൻ ബൈലാ, ഈ മഞ്ഞ് വീഴുന്നതിനെക്കുറിച്ച് ഒരു വിശേഷണം പറയുകയാണ്. മഞ്ഞ് വീഴുന്നത് എങ്ങനെയാണ്? ജാഇലത്തൻ തിൽക്കൽ ഹുഖൂല വൽ ഹിലാബ
ഈ പുൽമേടുകളെയും പാടങ്ങളെയുമൊക്കെ സൊഫ്ഹത്തൻ ബൈലാ വെള്ളപ്പരവതാനിയാക്കിക്കൊണ്ട് തർസുമു അലൈഹൽ അറിയാഹു ഹുതൂത്തൻ തംഹുഹൽ അറിയാഹ് കാറ്റുകൾ വരകൾ വരയ്ക്കുകയും മായ്ക്കുകയും ചെയ്യുന്ന വെള്ളപ്പരവതാനികൾ പോലെ മഞ്ഞിങ്ങനെ മൂടി കിടക്കുകയാണ്. അങ്ങനെയുള്ള ആ ഒരു പകലിനെ കീഴടക്കിക്കൊണ്ട് രാത്രി കടന്നു വരികയാണ്. വത്തലാഅബു ബിഹൽ അവാസിഫു അങ്ങനെയുള്ള മഞ്ഞുകടങ്ങളെ എന്ത് ചെയ്യുന്നു? കൊടുങ്കാറ്റുകൾ അതുകൊണ്ട് കളിക്കുകയും ചെയ്യുന്നുണ്ട്. മാസിജത്തൽ ജവ്വിൽ ഗലൂബി ബിത്തൊബിഅത്തിൽ ഹായില ഭീകരമായ പ്രകൃതിയെ കൊണ്ട് ക്ഷുഭിതമായ അന്തരീക്ഷത്തെ ഇളക്കിമറിച്ചുകൊണ്ട് ഇഖ്തബ അൽ ഇൻസാനു ഫി മനാസിലിഹി മനുഷ്യന്മാർ അവരുടെ വീടുകളിലേക്ക് അഭയം പ്രാപിച്ചു കഴിഞ്ഞു. വൽ ഹയവാനു ഫി മറാബിലിഹി മൃഗങ്ങൾ അവരുടെ കൂടുകളിലേക്കും പോയി. വസക്കനത്ത് ഹറക്കത്ത് കുല്ലിദീൻ അസമത്തിൻ ഹയ്യത്തിൻ അങ്ങനെ ജീവനുള്ള എല്ലാവരുടെയും ചലനങ്ങൾ നിലച്ചിരിക്കുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉറങ്ങാൻ പോയിട്ടുണ്ട്. വലം യബക ഗൈറ ബർദിൻ കാരിസിൻ ശക്തമായ തണുപ്പ് മാത്രമേ ബാക്കിയുള്ളൂ, എല്ലാവരും കിടന്നുറങ്ങി. വസംഹരീരിൻ ഹായിജിൻ ഉഗ്രമായ മുഴക്കങ്ങളും ലൈലിൻ അസ്വദ മുഹീഫിൻ ഭയപ്പെടുത്തുന്ന ഇരുണ്ട രാത്രിയും വ മൗത്തിൻ കവിയൻ മുരിയൻ ശക്തമായ ഭയാനകമായ മരണങ്ങളും മാത്രം ബാക്കി. വ കാനഫി മൻസിലിൻ മുൻഫരിദിൻ ബൈന തിൽക്കൽ ഖുറ ഇതിൻ്റെ ഇടയിൽ ഈ നാടുകൾക്കിടയിൽ ഒരൊറ്റപ്പെട്ട ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഇമ്രഅത്തുൻ ജാലിസത്തുൻ അമാമ മൗഖിദിൻ ഒരു തീ കൂട്ടിയിട്ടിട്ടുണ്ട്, അതിൻ്റെ മുന്നിലിരിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. അങ്ങനെ ഒരു സ്ത്രീ ഒറ്റപ്പെട്ട വീട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. തുൻസിജു അസൂഫ റിദാഅൻ കമ്പിളി കൊണ്ട് പുതപ്പുണ്ടാക്കുകയാണ്. വബി ഖുർബിഹ വഹീദുഹ അവളുടെ അടുത്ത് അവളുടെ ഏക സന്താനമുണ്ട്. യന്ദുറു താറത്തൻ ഇല അഷിഅത്തിൻ നാരി ചിലപ്പോൾ അവൻ തീനാളങ്ങളിലേക്ക് നോക്കുന്നുണ്ട്. ഒത്തൗറൻ ഇല വജിഹി ഉമ്മിഹിൽ ഹാദി അവൻ്റെ ശാന്തയായ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഫി തിൽക്ക സാഅത്തി ഈ സമയത്ത് അസ്സഫത്തിൽ അറിയാഹു ബിഷിദ്ദത്തിൻ ശക്തമായി കാറ്റ് വീശുന്നുണ്ട്. വഹസത്ത് അർക്കാനു ദാലിക്കൽ ബൈത്ത് ആ വീട് വളരെ ശുഷ്കിച്ചൊരു വീടാണ്. ആ വീടിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇളകുന്നുണ്ട്. ഫദുഇറ സബിയു വഖ്തറബ മിൻ ഉമ്മിഹി മുഹ്തമിയൻ ബിഹനൂനിഹ മിൻ ഗളബിൽ അനാസിർ. ഫദുഇറ സബിയു കുട്ടി അങ്ങനെ അത് ഭയപ്പെട്ടു. വഖ്തറബ മിൻ ഉമ്മിഹി അവൻ ഉമ്മയുടെ അടുത്തേക്ക് നീങ്ങി. മുഹ്തമിയൻ ബിഹനൂനിഹ അപ്പോൾ ആ ഉമ്മ പൊന്നു സന്താനത്തെ ചേർത്ത് പിടിച്ചു, സുരക്ഷിതമായി ചേർത്ത് പിടിച്ചു. മിൻ ഗളബിൽ അനാസിർ എവിടെ നിന്ന്? പ്രകൃതിയുടെ കോപത്തിൽ നിന്ന്. ഫലമ്മതുഹു ഇലാ സുദിരിഹ അവൾ ആ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. വഖബ്ബഅതുഹു എന്നിട്ട് പൊതിഞ്ഞു. സുമ്മ അജ്ലസതുഹു അലാ റുക്ബതൈഹ എന്നിട്ട് മടിയിലിരുത്തി. വഖാലത്ത് എന്നിട്ട് പറഞ്ഞു, ലാ തജ്സഅ യബ്നി മോനെ നീ പേടിക്കണ്ട. ഫതബിയതു തുരീദു അൻ തഇദൽ ഇൻസാന പ്രകൃതി മനുഷ്യനെ ഉപദേശിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. മുദ്ഹിറത്തൻ അലമതഹ തുജാഹ സിഗരിഹി മനുഷ്യൻ്റെ ദൗർബല്യത്തിനു നേരെ പ്രകൃതി അതിൻ്റെ വലിപ്പം കാണിച്ചുകൊണ്ട് മനുഷ്യനെ ഉപദേശിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. വഖുവ്വതഹ ബിജാനിബി ളുഅഫിഹി മനുഷ്യൻ്റെ ദുർബലതകൾക്കുമേൽ പ്രകൃതിയുടെ ശക്തി കാണിച്ചു കൊടുത്തിട്ടും അങ്ങനെ ഉപദേശിക്കാൻ നോക്കുകയാണ് പ്രകൃതിയെന്ന്. ലാ തഖഫ് യാ വലദി മകനെ നീ പേടിക്കണ്ട. ഫമിൻ വറാഇ സുലൂജിൽ മുതസാഖിതതി വൽ ഗുയൂമിൽ മുതലബ്ബിദതി വീണുകൊണ്ടിരിക്കുന്ന മഞ്ഞ് കണങ്ങൾക്ക് പിന്നിലും മൂടൽ മഞ്ഞുകൾക്ക് പിന്നിലും വൽ അരിയാഹിൽ ആസിഫത്തി ആഞ്ഞടിക്കുന്ന കാറ്റിനു പിന്നിലും ഖുദ്ദൂസുൻ കുല്ലിയുൻ എല്ലാത്തിനേക്കാളും ശക്തനായ ഒരുത്തനുണ്ട്. ആലിമും ബിമാ തഹ്താജുഹുൽ ഹുഖൂലു വൽ ആക്കാം മൈതാനങ്ങളും കുന്നുകളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയെല്ലാം അറിയുന്ന അതിശക്തനുണ്ട്. മിൻ വറാഇ കുല്ലി ഷൈഇൻ എല്ലാ വസ്തുക്കൾക്ക് പിന്നിലുമുണ്ട്. ഖുവ്വത്തുൻ നാദിറത്തുൻ ഇലാ ഹഖാറത്തിൽ ഇൻസാൻ മനുഷ്യൻ്റെ ന്യൂനതയെ നിരീക്ഷിക്കുന്ന ഒരു പ്രകാശമുണ്ട്. ബി ഐനി ഷഫഖത്തി വർ റഹ്മ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കണ്ണുകൊണ്ട് നിരീക്ഷിക്കുന്ന ഒരു പ്രകാശമുണ്ട്. ലാ തജ്സഅ യാ ഫിൽദതക ബിദി
എൻ്റെ കരളിൻ്റെ കഷ്ണമേ നീ ഭയപ്പെടേണ്ടതില്ല. ഫത്തബീഅത്തുല്ലത്തി ബത്തസമത്ത് ഫിർ റബീഇ, വസന്തത്തിൽ പുഞ്ചിരിക്കുന്ന പ്രകൃതി. വലഹിക്കത്ത് ഫി സൈഫി, ചൂടുകാലത്ത് പൊട്ടിച്ചിരിക്കുന്ന പ്രകൃതി. വത്തഅവ്വഹത്ത് ഫിൽ ഖരീഫി, ശരത്കാലത്ത് പൂത്തുലയുന്ന പ്രകൃതി. അന്തബിക്കിയനിൽ ആൻ, ഇപ്പോൾ അത് കരയാനാണ് ഉദ്ദേശിക്കുന്നത്. വമിന്ദുമോ ഇഹൽ ബാരിദ, അതിൻ്റെ തണുത്ത കണ്ണീരിൽ നിന്ന് തസ്തഖിൽ ഹയാത്തുർ റാബിലത്തു തഹ്ത അത്ബാഖിസറ, ഭൂമിയുടെ അടിയിലുള്ള ജീവജാലങ്ങൾ അവർക്ക് ജീവജലം ലഭിക്കുന്നു. നംയാ വലതി, മകനെ നീ ഉറങ്ങ്. ഫഫിൽ ഗദി തസ്തൈഖിലു, നാളെ നീ എഴുന്നേൽക്കും. വതറസ്സമാ സാഫിയത്തൽ അദീം, നല്ല തെളിഞ്ഞ ആകാശം നിനക്ക് അപ്പോൾ കാണാൻ സാധിക്കും. വൽഹുഖൂലു ലാബിസത്തുൻ റിദാ അസ്സൽജി അന്നാസിഇ, ശുദ്ധമായ മഞ്ഞുകൊണ്ടുള്ള പുതപ്പുകൾ പുതച്ച പുൽമേടുകളെ നിനക്ക് കാണാൻ സാധിക്കും. മിസ്ലമാ തർത്തദിൻ നഫ്സു സൗബസ് തുഹരി ബഅദ മുസാറഅത്തിൽ മൗതി, മരണം വന്ന് അണഞ്ഞാൽ മനുഷ്യർ ശുദ്ധമായ വെള്ളവസ്ത്രം കൊണ്ട് പൊതിയപ്പെടുന്നത് പോലെ. നം യാ ഹബീബി, മോനെ നീ ഉറങ്ങ്. ഫമിൻ ഹാദിഹിൽ അനാസിരിൽ മുതഹാരിബത്തി ബി ഉൻഫിൻ, ഈ അക്രമഭരിതമായ യുദ്ധസമാനമായ ഈ പ്രകൃതിയിൽ നിന്ന് സൗഫ നജിനിൽ അസ്ഹാർ അൽ ജമീലത്ത എന്തമായ ജി ഉനീസാൻ, നീസാൻ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസം എത്തിച്ചേരുമ്പോൾ നമുക്ക് സുന്ദരമായ പൂക്കൾ കൊയ്തെടുക്കാൻ പറ്റും. കഥായബിനി, അതുപോലെ തന്നെയാണ് മോനെ ലായിസ്തസ്മിറുൽ മഹബ്ബത്ത ഇല്ലാ ബഅദ ബിആദിൻ അലീമിൻ, വേദനിക്കുന്ന ഒരുപാട് വിദൂരതകൾ ഉണ്ടായതിനു ശേഷം, ഒരുപാട് സമയങ്ങൾ ഉണ്ടായതിനു ശേഷമേ സ്നേഹം ആസ്വദിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. വസ്വബുരി മുരിൻ, കയ്പുള്ള ക്ഷമയുടെ ശേഷവും മാത്രമേ. വകുനൂത്തിൻ മുത്തലിഫിൻ, വിനാശകരമായ നിശബ്ദതയ്ക്കും ശേഷം മാത്രമേ നമുക്ക് സ്നേഹം ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. നംയാ സ്വഗീരി, എൻ്റെ കുഞ്ഞുമോനെ നീ ഉറങ്ങ്. ഫസൗഫത്തിൽ അഹ്ലാമുൽ അദ്ബത്തു ഇലാ നഫ്സിക, നിന്നിലേക്ക് ശുദ്ധമായ സ്വപ്നങ്ങൾ കടന്നു വരും, തെളിഞ്ഞ സ്വപ്നങ്ങൾ കടന്നു വരും. ഗൈറ ഹായിഫത്തിൻ മിൻ ഹൈബത്തിൽ ലൈലി വബത്തുഷിൽ ബർദി, രാത്രിയുടെ ഭയാനകതയെയും തണുപ്പിൻ്റെ ശക്തിയെയും ഭയപ്പെടാത്ത നല്ല സുന്ദരമായ സ്വപ്നങ്ങൾ നിനക്ക് ലഭിക്കും. നീ ഉറങ്ങു മകനെ. വനളറ സബിയു ഇലാ ഉമ്മിഹി വഖദ് കഹല നുഹാസു ഐനൈഹി, കണ്ണിൽ ഉറക്കം ബാധിച്ചുകൊണ്ട് അവൻ ഉമ്മയെ നോക്കി. വഖാല, എന്നിട്ട് പറഞ്ഞു, ലഖദ് അസ്ഖല അജ്ഫാനിയൽ ഖുറ, ഉമ്മ എനിക്ക് എൻ്റെ കൺപോളകൾക്ക് ഉറക്കം ശക്തമായിരിക്കുന്നു. യാ ഉമ്മ. വ അഖാഫു അൻ അനാമ ഖബല തിലാവത്തി സ്വലാ, ദുആ ചെയ്യാതെ ഉറങ്ങാൻ പക്ഷേ എനിക്ക് പേടിയാണ്. ഫആനഖതുഹു ഉമ്മുഹുൽ ഹനൂൻ, അവൻ്റെ സ്നേഹനിധിയായ ഉമ്മ അവനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് വനളറത്ത് മിൻ വറാഇ ദുമൂഇ ഇലാ വജ്ഹിഹിൽ മലായിക്കി, അവൻ്റെ മാലാഖ പോലത്തെ മുഖത്തേക്ക് ആ ഉമ്മ നോക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, സുമ്മ ഖാലത്ത്, എന്നിട്ട് പറഞ്ഞു, ഖുൽ മഇ യാ വലദി, മോനെ എൻ്റെ ഒപ്പം പറയൂ. അഷ്ഫിഖ് യാ റബ്ബി അലൽ ഫുഖറാഇ, പടച്ചവനെ നീ ദരിദ്രർക്ക് കാരുണ്യം നൽകണേ. വർഹംഹും മിൻ ഖസാവത്തിൽ ബർദിൽ ഖാരിസ്, ശക്തമായ തണുപ്പിൻ്റെ പരുഷതയിൽ നിന്ന് അവർക്ക് നീ കാരുണ്യം നൽകണേ. വസ്തുർ ജുസൂമഹുമുൽ ആരിയത്ത് ബി ഐദീക, നിൻ്റെ കരങ്ങളെ കൊണ്ട് അവരുടെ നഗ്നമായ ശരീരങ്ങളെ നീ മറക്കണേ. ഉന്ദുർ ഇലൽ യതാമ, യതീമുകളിലേക്ക് പടച്ചവനെ നീ നോക്കണേ. അന്നാഇമീന ഫിൽ അക്വാഹ്, കുടിലുകളിൽ ഉറങ്ങുന്ന. വ അംഫാസു സൽജി തകല്ലമ ജിസാമഹും, മഞ്ഞുകണങ്ങൾ അവരുടെ ശരീരങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ മഞ്ഞുകണങ്ങളോട് ചേർന്ന് കിടക്കുന്ന ആ മക്കൾ, അവരിലേക്ക് നീ നോക്കണേ പടച്ചവനെ. ഇസ്മാഇ യാ റബ്ബി നിദാ അൽ അറാമിലി, വിധവകളുടെ പ്രാർത്ഥന കേൾക്കണേ അള്ളാഹുവേ. അൽ ഖായിമാതി ഫി ഷവാരിഇ, തെരുവുകളിൽ നിൽക്കുന്ന. ബൈന മഖാലിബിൽ മൗതി വ അൽഫാരിൽ ബർദി, മരണത്തിൻ്റെയും തണുപ്പിൻ്റെയും നഖങ്ങൾക്ക് ഇടയിലായി നിൽക്കുന്ന. ഉംദുദിയദക യാ റബ്ബി ഇലാ ഖൽബിൽ ഗനിയ്യി, ധനികൻ്റെ ഹൃദയത്തിലേക്ക് നിൻ്റെ കരങ്ങൾ നീട്ടണേ പടച്ചവനെ. എന്തിനാണത്? വഫ്തഹ് ബസീറതഹു, എന്നിട്ട് അവൻ്റെ അകക്കാഴ്ച നീ തുറക്കണേ. ലിയറ ഫാഖത്തുൽ ദുഅഫാഇ, എന്തിനാണ് അവൻ്റെ അകക്കാഴ്ച തുറക്കുന്നത്? ദരിദ്രരുടെ
വിഷമം മനസ്സിലാക്കുന്നതിന് വേണ്ടി, അൽ മദ്ലൂമീന ആക്രമിക്കപ്പെട്ട ദരിദ്രരുടെ വിഷമം മനസ്സിലാക്കുന്നതിന് വേണ്ടി അവരുടെ കണ്ണുകൾ നീ തുറക്കണേ. ഉർഫുഖ് യാ റബ്ബി ബിൽ ജാഇഈന അൽ വാഖിഫീന അമാമൽ അബ്വാബി ഫി ഹാദൽ ലൈലിൽ ദലൂം. പടച്ചവനെ നീ ദയ കാണിക്കണേ. ബിൽ ജാഇഈന വിശക്കുന്നവർക്ക് ദയ കാണിക്കണേ. അൽ വാഖിഫീന അമാമൽ അബ്വാബി വീടുകളുടെ വാതിലുകൾക്ക് മുന്നിൽ വിശന്നുകൊണ്ട് നിൽക്കുന്നവർക്ക് നീ ദയ കാണിക്കണേ. ഫി ഹാദൽ ലൈലിൽ ദലൂം ഈ ഇരുട്ടേറിയ രാത്രിയിൽ വീടുകളുടെ മുന്നിൽ വിശന്നുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് നീ കരുണ ചെയ്യണേ, നീ ദയ കാണിക്കണേ. വഹദിൽ ഖുറബാ ഇലൽ മആവി അപരിചിതരായ ആളുകൾക്ക് നീ അഭയസ്ഥാനം നൽകണേ. അപരിചിതരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഭവനമില്ലാത്ത ആളുകൾ, അവർക്ക് നീ വഴി കാണിച്ചു കൊടുക്കണേ. ഇലൽ മആവി ദാഫി അഭയസ്ഥാനങ്ങളിലേക്ക് നീ വഴി കാണിച്ചു കൊടുക്കണേ. വർഹം ഖുർബത്തഹും അവരുടെ അപരിചിതത്വത്തെ നീ കരുണയോടുകൂടെ നോക്കി അതിനൊരു പരിഹാരം കൊടുക്കണേ. ഉൻദുർ യാ റബ്ബി ഇലൽ അസാഫിരി സഗീറ ചെറിയ കുരുവികളിലേക്ക് പടച്ചവനെ നീ നോക്കണേ. വഹ്ഫൽ ബി യമീനിക്കൽ അഷ്ജാർ അൽ ഖായിഫത മിൻ കസാവത്തി റിയാഹ് ഫലമ്മ ആനക്കൽ ഖുറാൻ നഫ്സ സുബിയി ഉറക്കം കുട്ടിയെ പുണർന്നപ്പോൾ മദ്ദതതുഹു വാലിദതുഹു അലാ ഫിറാഷിഹി അവൻ്റെ ഉമ്മ അവനെ വിരിപ്പിലേക്ക് കടത്തി. വ ഖബ്ബലത്ത് ജബ്ഹതഹു ബിഷഫത്തൈനി മുർത്തജിഫത്തൈനി വിറ ചുണ്ടുകളോടെ അവൻ്റെ നെറ്റിത്തടം ചുംബിച്ചു. സുമ്മ റജഅത്ത് എന്നിട്ട് തിരിച്ചു വന്നു. വ ജലസത്ത് അമാമൽ മൗഖിദി എന്നിട്ട് ആ തീയുടെ മുന്നിലിരുന്നു. തുൻസിജു ലഹു അസൂഫരിദാൻ അവന് വേണ്ടി കമ്പിളി കൊണ്ട് പുതപ്പുണ്ടാക്കുന്ന പണിയിലേർപ്പെടുകയും ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഖുലാസത്തുൽ മക്കാല, ഈ ലേഖനത്തിൻ്റെ സംക്ഷിപ്തം. അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ചുരുക്കത്തിൽ ഈ ലേഖനത്തിൽ എന്താണ് പറയുന്നത് എന്ന്. ഫീ ലൈലത്തി മുസ്ലിമത്തിൻ വ ഹാദിഅത്തിൻ ഒരു ശാന്തമായ ഇരുട്ടുള്ള രാത്രിയിൽ ഹാജരിയാഹു ഫജ്അത്തൻ അലാ കൂഹിൽ അർമില വിധവയുടെ കുടിലിൻ്റെ മുകളിലൂടെ കാറ്റ് ശക്തമായി പെട്ടെന്ന് അടിച്ചു വീശി. വ ബദഅ യഹ്തസു ബിശിദ്ദത്തി റീഹി കാറ്റിൻ്റെ ശക്തി കൊണ്ട് ആ വീട് കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി, ആ കുടിൽ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. കാറ്റിൻ്റെ ശക്തി കൊണ്ട് ആ കുടിൽ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഫഖാഫ സ്വബിയു വഖ്തറബ മിൻ ഉമ്മിഹി അപ്പോൾ ആ വിധവയുടെ കുട്ടി ഭയപ്പെടുകയും ഉമ്മയുടെ അടുത്തേക്ക് നീങ്ങുകയും ചെയ്തു. ഫഹ്തളനതുഹു ഉമ്മ ആ കുട്ടിയെ ചേർത്ത് പിടിച്ചു. വഖാലത്ത് ലഹു എന്നിട്ട് കുട്ടിയോട് പറഞ്ഞു, ലാ തഖഫ് ബുനയ്യ മകനെ നീ ഭയപ്പെടണ്ട. ആദിഹിയ തൊബിയത്തു തുൽഹിറു ഖുവതഹ അമാമ ളുഅഫിൽ ഇൻസാൻ മനുഷ്യൻ്റെ ദുർബലതയ്ക്കുമേൽ പ്രകൃതി അതിൻ്റെ ശക്തി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വഹിയ താരിഫു മാ തഹ്താജു ഇലൈഹിൽ ഹുഖൂലു മിനൽ മായി നമ്മുടെ ചുറ്റുമുള്ള പാഠങ്ങൾക്ക് വെള്ളം ആവശ്യമാണ് എന്ന് പ്രകൃതിക്കറിയാം. ഫതുംതിറു ഹാക്കഥ അതുകൊണ്ട് പ്രകൃതി ഇങ്ങനെ മഴ പെയ്യിക്കുന്നു. വതഅസിഫു ഹാക്കഥ പ്രകൃതി ഇങ്ങനെ കാറ്റടിപ്പിക്കുന്നു. ഫനം നൗമത്തൻ ഹനിഅ നീ പക്ഷേ നല്ല സുഖമായി ഉറങ്ങിക്കോ. ഫതസൂലു ഹാദിഹിൽ ലൈലത്തുൽ മുഖൈഫ ഈ ഭയാനകമായ രാത്രി, ഈ പേടിപ്പെടുത്തുന്ന രാത്രിയൊക്കെ നീങ്ങും. വഗദൻ തറസ്സമ അസ്വാഫിയത്തല്ല ഉബാറഫിഹി പൊടിപടലങ്ങളില്ലാത്ത ശുദ്ധമായ രാത്രി നിനക്ക്, ശുദ്ധമായ ആകാശം നിനക്ക് നാളെ കാണാൻ സാധിക്കും. വഹാദിഹി തൊബിയത്തു തുദക്കിറുന അയ്യാമനൽ മാലിയ മഅ വാലിദിക്ക നിൻ്റെ ഉപ്പയോടൊപ്പമുള്ള കഴിഞ്ഞ കാലങ്ങൾ ഈ പ്രകൃതി നമുക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. വഹുവ യൻളുറുന മിന സമാഇ ഇലൈന ആകാശത്ത് നിന്ന് അദ്ദേഹം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സുമ്മ തത്തുലുബ് മിനൽ വലതി പിന്നെ ഉമ്മ കുട്ടിയോട് ആവശ്യപ്പെടുന്നു അൻ യദുഅല്ലാഹ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ. ലി ഷഫഖതിഹി അവൻ്റെ കാരുണ്യം, അവൻ്റെ ദയ ഉണ്ടാകുന്നതിന് വേണ്ടി, റഹ്മത്തിഹി അവൻ്റെ കാരുണ്യം ഉണ്ടാകുന്നതിന് വേണ്ടി, അലൽ ഫുഖറായി ദരിദ്രർക്ക്, അൽദുഅഫാഇ ഫിൽ കൗനി പ്രപഞ്ചത്തിലുള്ള ദുർബലരായ ദരിദ്രരുടെ മേൽ അള്ളാഹുവിൻ്റെ ദയയും കാരുണ്യവും ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി കുട്ടിയോട് ഉമ്മ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇതാണ് ഈ കഥയിൽ ചുരുക്കത്തിലുള്ളത്.